കഴിയില്ലെങ്കിൽ പരലോകത്തെങ്കിലും ഒന്നിക്കാം. മലപ്പുറം മഞ്ചേരി ആമയൂരിലെ സജീറും ഷൈമയും സ്വപ്നം കണ്ട ജീവിതം ആരൊക്കെയോ തട്ടിത്തെറിപ്പിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലുള്ള പ്രണയമാണ്. വീട്ടുകാർ എതിർത്തിട്ടും പരസ്പരം പിരിയാൻ കഴിയാത്ത ബന്ധം. അങ്ങനെ 18-ാം വയസ്സിൽ ഷൈമയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഷൈമ എന്ന് പറയുന്ന ഒരു കാമുകിയും സജീർ എന്ന കാമുകനുമുണ്ടായ ദുരന്തത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ സമൂഹം കണ്ടും കൊണ്ടും കേട്ടിട്ടും ഒന്നും തന്നെ പഠിക്കാത്തതായി മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സമൂഹം? പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലാണ് ഇത് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള അവിവേകങ്ങൾ നടക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്. എന്തു സങ്കടകരമാണ് യഥാർത്ഥത്തിൽ. പ്രായപൂർത്തിയെത്തി നമ്മളൊക്കെ പറയുന്നത് പോലെ കേടു തീർന്ന് കിട്ടിയിട്ടുള്ള മക്കൾ, ഈ മക്കൾ അവിവേകം പ്രവർത്തിക്കുന്നു. നിസ്സഹായരായി നോക്കി നിൽക്കാനേ സമൂഹത്തിന് കഴിയുന്നുള്ളൂ. കമൻറ്റിലാണെന്നുണ്ടെങ്കിലോ ഇപ്പോൾ ഈ സജീറിൻ്റെയും കാമുകി ഷൈമയുടെയും മരണത്തെക്കുറിച്ച് വൈറൽ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും. പത്രവാർത്തകളായാലും അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചയിലായാലും ഒക്കെ ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെറുക്കനെയും ഈ പെണ്ണിനെയും ന്യായീകരിക്കുന്നതും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? അതിലേക്കാണ് ഇന്ന് എത്തി നോക്കുന്നത്. നമ്മൾ എത്രയോ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ പരലോകത്ത് ഒന്നിക്കാമെന്ന ഈ മനസ്സുകളുടെ മോഹമാണത്ര യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരുടെയും ആത്മഹത്യയിൽ എത്തിച്ചേർന്നത്. ഏതായാലും ഷൈമയെ തനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടെ ഈ സജീർ ഒരു മുഴ കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു ഇല്ല എന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. മറിച്ച് നമുക്ക് പരലോകത്ത് ഒന്നിക്കാം. അപ്പോൾ അത്രമാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്വത നേടിയിട്ടുള്ളൂ. തനിക്ക് ഭൂമിയിൽ കിട്ടാത്തത് തനിക്ക് സ്വർഗത്തിൽ കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് കിട്ടും. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമല്ലോ യഥാർത്ഥത്തിൽ പരലോകത്തിൽ കിട്ടും എന്ന് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ പരലോകത്തിലാവട്ടെ ഈ ആത്മഹത്യ ചെയ്തവരോട് നാളെ അള്ളാഹു പറയുന്ന വാക്കുണ്ട്, നിങ്ങളുടെ ആ പണി തുടരുക, നിങ്ങൾ ഇഹലോകത്ത് ചെയ്തിട്ടുള്ള ആ ആത്മഹത്യ ചെയ്ത ആ രീതി തുടരുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരോട് കൽപ്പിക്കുന്ന ഒരു കാര്യം ആ ആത്മഹത്യ തുടർന്ന് പ്രവർത്തിക്കൂ എന്നാണ്. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ വെച്ച് ചെയ്യാൻ കഴിയുന്നത് സ്ഥിരമായിട്ട് തന്നെ ഇങ്ങനെ അവരുടെ ജീവനെ കളഞ്ഞുകൊണ്ടിരിക്കുക അഥവാ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഈ പരിശുദ്ധ ദീനിൻ്റെ പ്രവാചകൻ മിഹ്റാജ് ദിവസത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ മിഹ്റാജ് നോമ്പ് നോറ്റവരാണല്ലോ, ആ മിഹ്റാജ് നോമ്പ് നോൽക്കുമ്പോൾ ഈ രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളെ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൂടാ ഈ വക കാര്യങ്ങൾ? മതത്തെക്കുറിച്ച് യാതൊരു ABCയും പഠിപ്പിച്ചു കൊടുക്കാതെ കേവലം ഒരു ആൻഡ്രോയിഡ് മൊബൈൽ മാത്രം വാങ്ങിക്കൊടുത്ത്, ആ ആൻഡ്രോയിഡ് മൊബൈലാവട്ടെ സ്വന്തമായി ഒരു റൂമും വീട്ടിൽ കൊടുത്ത് ഇഷ്ടമുള്ളതൊക്കെ രാത്രിയിൽ ചാറ്റ് ചെയ്ത് തൻ്റെ പ്രണയിനിയെയും കാമുകിയെയും ഒക്കെ ഏതെല്ലാം രീതിയിലാണോ ആസ്വദിക്കേണ്ടത്, ചാടിപ്പോവേണ്ടത്, ഹീനമായ കൃത്യങ്ങളിൽ ഏർപ്പെടേണ്ടത്, ഇത് മുഴുവൻ പഠിപ്പിക്കുന്ന എല്ലാവിധ ഫെസിലിറ്റിയുമുള്ള ഒരു മൊബൈലാണ് ഇരുവർക്കുമുള്ളത്. ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ പറയുന്നത് കമൻറ്റോളികൾ പറയുന്നുണ്ട്, നിങ്ങൾക്കാണ് നടത്തി കൊടുത്തുകൂടായിരുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ശവത്തെ അങ്ങോട്ട് പുഴുങ്ങി തിന്നുകൊള്ളൂ. യഥാർത്ഥത്തിൽ ആരെങ്കിലും ഒരു മക്കളെ നോക്കണം, 10, 18, 19 വളർത്തിക്കൊണ്ടുവന്ന് ആ മക്കളെ ഒരു എന്താ പറയുക ഒരു അവസ്ഥയിലേക്ക് എത്തി എന്തെല്ലാം സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകും ഇല്ലേ? ഈ കമൻറ്റോളികൾക്ക് ഒരൊറ്റ കമൻറ്റ് പറയൽ മാത്രമല്ലേ അറിഞ്ഞുകൂടൂ? യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തിൽ വന്ന് നോക്കട്ടെ. എൻ്റെ അടുത്ത് ഒരു കുടുംബമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പെണ്ണിനെ പ്രേമിച്ച് അവിടുത്തെ ഡ്രൈവറാണ് ചാടിച്ചു കൊണ്ടുപോയത്. ഞങ്ങൾ ഇനി ഒരിക്കലും വേർപിരിയില്ല എന്ന് അവർ ആ അപക്വ മനസ്സുകൾ പറഞ്ഞപ്പോൾ തന്ത്രപരമായിട്ട് അവരെ ഇരുവരെയും വേർപെടുത്തി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ വിവാഹം ചെയ്തു തരാം, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്വന്തം ഓടിപ്പോവേണ്ട ആവശ്യം എന്നൊക്കെ അവരെ അനുനയിപ്പിച്ച്
തന്ത്രപൂർവ്വം അവരെ വശീകരിച്ച് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതുവഴി പിന്നീട് അവർക്ക് കൗൺസിലിംഗ് ലഭിച്ചു. അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരായി. പിന്നീട് അവർ ഇരുവരെയും സ്വാഭാവികമായിട്ടും കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവർക്ക് സാഹചര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ബോധ്യപ്പെട്ടു. അങ്ങനെ ആദ്യം ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. ആ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ അന്തസ്സിൻ്റെയും സ്റ്റാറ്റസിനും അനുസരിച്ച് പിന്നീട് ഈ ചെറുക്കൻ വിവാഹം ചെയ്തു. അവൻ്റെ അന്തസ്സിനും സ്റ്റാറ്റസിനും അനുസരിച്ച് ഇപ്പോൾ ഇരു കുടുംബങ്ങളും ലോക്യത്തിലുമാണ്. ആ ഇരു കുടുംബങ്ങളിലും 3-4 സന്തതികളായിട്ട് ആ ഓരോരുത്തരും വളരെ സന്തോഷത്തോടുകൂടെ തന്നെ കഴിയുന്നുണ്ട്. ആ ഒരൊറ്റ നൈമിഷികമായ വേളയിൽ പറഞ്ഞ വാക്കുകൾ എൻ്റെ നാട്ടിൽ പ്രചരിച്ചിരുന്നു. കഞ്ഞിവെള്ളം കുടിച്ചാൽ പോലും ഞാൻ ഇനി ഇവൻ്റെ കൂടെ തന്നെ ജീവിച്ച് മരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പെണ്ണും, ഒരിക്കലും എൻ്റെ ശരീരം ഇവളോട് ലയിച്ചിരിക്കുന്നു എന്ന് അവനുമൊക്കെ പറഞ്ഞ് ഒരിക്കലും വേർപെടുത്താനാവാത്ത പ്രണയമായിരുന്നു. പക്ഷേ അവിടെ തന്ത്രപരമായ സമീപനത്തിലൂടെ അത്തരത്തിലുള്ള ആ ദുരന്തം ഒഴിവാക്കാനായി. എന്നതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വിവാഹം ഒരു പ്രത്യേക വാശിയോട് എന്ന നിലക്ക് ആലോചിച്ച് നോക്കും. കഴിഞ്ഞ 3-ാം തീയതി ആയിരുന്നു ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചത്. അപ്പോൾ ആ വിവാഹം ഉറപ്പിച്ച് പെട്ടെന്ന് തന്നെ വിവാഹം ഉറപ്പിച്ച് വേർപെടുത്താമെന്നാണ് ഈ അവളുടെ കുടുംബം വിചാരിച്ചത്. ആലോചിച്ച് നോക്കൂ. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പം എന്താ സംഭവിച്ചത്? അങ്ങനെ ആയിരുന്നു അത് വേണ്ടിയിരുന്നത്. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയി അവളെ വിവാഹം നടത്തി. സ്വാഭാവികമായിട്ടും ഈ പ്രണയിനികളെ കാമുകികളെ വേർപിരിക്കൽ തന്ത്രപരമായിട്ട് ചെയ്യേണ്ടിയിരുന്നു. എന്നിട്ട് സ്വാഭാവികമായിട്ടും കാമുകിയായ ഷൈമ മരിച്ചു എന്നറിഞ്ഞതോടുകൂടെ തന്നെ ഈ കാമുകനായ സജീർ പതറി തുടങ്ങി. ആ കാമുകനെ സംബന്ധിച്ച് ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഇനി ഞാൻ ജീവിച്ചിട്ടെന്താണ്? നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ ഒരു മരണവേദന അനുഭവിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമാണ് അവൻ ആത്മഹത്യാശ്രമം നടത്തിയത്. ഒന്നിൽ തന്നെ ധാരാളം പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ടും മൃതപ്രായനായ അവൻ വീണ്ടും ആസ്പത്രിയിൽ നിന്ന് അഥവാ കൗൺസിലിങ്ങിനും മറ്റു ചികിത്സക്കുമായിട്ട് അവന് ഹോസ്പിറ്റലിൽ മഞ്ചേരി ജില്ലാ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. എന്നിട്ട് അവിടെ നിന്നൊക്കെ ഒളിച്ചോടി ചാടി വന്ന് അവൻ ആത്മഹത്യ ചെയ്തു. കട്ടെത്തിക്കും കാത്തെത്തിക്കില്ല എന്ന് പണ്ട് നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ എത്ര ആളുകൾ അവനെ കാവലിരുന്നിട്ട് എന്താണ് പ്രയോജനമുണ്ടായത്? അവൻ ലക്ഷ്യമാക്കിയിരിക്കുന്നു സ്വർഗത്തിലെത്തണം, പരലോകത്തെത്തണം. ദുനിയാവിൽ ഞങ്ങളെ എന്തായാലും ഒരുമിപ്പിക്കുകയില്ല കുടുംബങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് പരലോകത്ത് സന്തോഷകരമായിട്ട് ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തിൻ്റെ കട്ടപ്പുകയായി. പിന്നെ ദുനിയാവിലും അവരെ സംബന്ധിച്ച് എന്തായി? ജീവിതമില്ലാതായി. കേവലം 18-19 വയസ്സായിട്ടുള്ള അവരിരുവരും അള്ളാഹു അവർക്ക് ആയുസ് നൽകിയിരുന്നു എങ്കിൽ ധാരാളം കാലം ജീവിച്ച് കുട്ടികളും പേരക്കുട്ടികളുമായി കുടുംബത്തിനും സമൂഹത്തിനും ആശ്വാസമായി ഈ ലോകത്ത് കഴിയേണ്ടവരാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അവരുടെ അപക്വമായ മനസ്സ്, അതിന് അവരുടെ കുടുംബങ്ങളുടെ പങ്കാളിത്തമുണ്ട്, ഇരു കുടുംബങ്ങളുടെയും പങ്കാളിത്തമുണ്ട്. തന്ത്രപരമായ സുഹൃത്തുക്കളില്ലാതെ പോയി എന്ന് വേണം പറയാൻ. ബുദ്ധിപൂർവ്വമുള്ള സുഹൃത്തുക്കൾ ഇന്നില്ലല്ലോ. അവിവേകങ്ങളെ നിർദ്ദേശിച്ചു കൊടുക്കുന്ന, നോക്കണം, അഥവാ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ തമാശക്കും സിനിമ കാണാനും തമ്മാടിത്തം ചെയ്യാനും കുറേ സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്നല്ലാതെ നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ ആരെയാണ് കാണുക? ഇനി മാതാപിതാക്കളാവട്ടെ നല്ല ഉപദേശം ഇക്കുമത്ത് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ പ്രകോപിതരാവുകയും അവരെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു മാത്രമേ അറിയൂ. മാതാപിതാക്കൾക്ക് അറിയുന്നത് പെട്ടെന്നുള്ള ക്ഷിപ്രകോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ ജീവിച്ചിട്ടെന്താ പ്രയോജനം എന്ന് ഈ പെൺകുട്ടിക്ക് തോന്നുമാറുള്ള വാക്കുകളാണ് ആ മാതാപിതാക്കളും ഉപയോഗിക്കുക. ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മാതാപിതാക്കൾ തന്നെയാണ്. നമുക്കൊക്കെ അറിയാം. അത് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി കൊടുക്കുന്നതിൽ ഇന്ന് ഈ സമുദായം പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആവുന്നതും അവരുടെ മുഖത്തും മറ്റും അവർ വർദ്ധിപ്പിച്ചു കൊണ്ട് നടക്കുന്നതിൻ്റെ വക ടൂൾസ് മുഴുവനും എത്തിച്ചു കൊടുക്കുന്നത് ഈ പിതാവ് തന്നെയാണ്, ആ മാതാവുമാണ്. എടി നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, എടി നീ അള്ളാഹുവിനെ ഭയപ്പെട്, അടിസ്ഥാന പരലോകത്തെക്കുറിച്ച് ചിന്തിക്ക് എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ടാണല്ലോ പരലോകത്ത് ഒന്നിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടുപേരും ഒരേ സമയത്ത് നോക്കണം പരലോകത്ത് എത്തി സ്വർഗത്തിൽ സുഖമായി കെട്ടിപ്പിടിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മതപരമായിട്ടുള്ള അടിസ്ഥാന വിദ്യാഭ്യാസവും കൊടുത്തില്ല, ഭൗതികമായിട്ടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസവും കൊടുത്തില്ല. അതാണ് കമൻറ്റോളികളിൽ പറയുന്നുണ്ട്, നിങ്ങൾ
ഇനി എന്തു പരലോകം, വിഡ്ഢികളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റും ഞാൻ കണ്ടു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ ചെയ്തതോ പരലോകമില്ല എന്ന് തന്നെ വിചാരിക്കുക. എങ്കിൽ ഭൗതിക ജീവിതം തകർത്തത് എന്തിന്? അതും മഹാവിഡ്ഢിത്തരമല്ലേ ചെയ്തത്? അപ്പോൾ അത് പറയുന്നില്ല. ഇവിടെ നിന്ന് തന്നെ അടിച്ചു പൊളിക്കണമെന്ന ജാബിദയുടെയും ആരിഫിൻ്റെയും ലിയാഖത്തിൻ്റെയും പൊള്ളയായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതുമാവാം. അതല്ലെങ്കിൽ നാളെ പരലോകത്ത് എത്തിയിട്ട് ജീവിക്കാമെന്ന ഏതെങ്കിലും മറ്റൊരു വിശ്വാസം സ്വീകരിച്ചതാവാം. എന്തു തന്നെയായാലും രണ്ട് ലോകവും ഇല്ലാതാക്കിയിട്ടാണ് ഈ രണ്ടുപേരും മടങ്ങിയത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യമുള്ളത്? പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കുട്ടികൾ അപക്വമതികളായ ഈ കുട്ടികളെ ഈ പറയുന്ന കമൻറ്റോളികൾ പറയുന്നത് പോലെ അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ, കേവലം 19 വയസ്സായ വിദ്യാർത്ഥികളാണ് തോന്നുന്നു ഇരുവരും. ഈ 19 വയസ്സായിട്ടുള്ള ഈ ചെറുക്കൻ, ഈ പെൺകുട്ടി, രണ്ടുപേർക്കും സ്വന്തമായ തൊഴിലൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ വിവാഹിതരായിട്ട് അവർ എവിടേക്കാണ് പോയിട്ട് ജീവിക്കുന്നത്? തികച്ചും അവർ ബോംബെയിലോ മദ്രാസിലോ ഒക്കെയുള്ള വേശ്യാലയങ്ങളിലാവും ഈ ഷൈമ എത്തിപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ. അവളെ സംരക്ഷിച്ച് കൊണ്ടു നടക്കാനായിട്ട് ഈ പറയുന്ന സജീറിന് താക്കത്തുണ്ടോ? അവന് സ്വന്തമായ ജോലിയില്ല, ജോലിയിൽ എത്തപ്പെട്ടിട്ടില്ല. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഒരു കുടുംബം ഇനി കൂലിപ്പണിയെടുത്ത് നിന്നെ പുലർത്തുമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊക്കെ എത്രമാത്രം പ്രായോഗികമാകും? ഈ ആരംഭശൂരത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഒരു ചേച്ചിയോടൊപ്പം, ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒളിച്ചോടി പോയിട്ടുള്ള പെണ്ണിൻ്റെ അവസ്ഥ അത് നമ്മൾ കണ്ടതാണ്. പാതി വഴിയിൽ തന്നെ അവരുടെ നിറം മാറി, കോലം മാറി, ചിന്ത മാറി. ഈ ഒരു സാഹചര്യം തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇനി ഇവർ തമ്മിൽ വിവാഹം ചെയ്തു കൊടുത്താലും സംഭവിക്കുന്നത്? അപ്പോൾ അതൊന്നുമല്ല, നിങ്ങൾക്ക് ഇതൊന്നുമല്ല വേണ്ടത് എന്ന് അടിസ്ഥാനപരമായി ഒരു കൗൺസിലിങ്, തുടർന്ന് കിട്ടേണ്ട ഉപദേശങ്ങൾ, അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസം, ബോധം, ദൈവികമായ അടിസ്ഥാന പടച്ചവനെ പേടി, ഏതു മതത്തിലായാലും ശരി അതിൻ്റേതായ രീതിയിലാണ് അവർ വളർന്നിരുന്നുവെങ്കിൽ ഈ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നതാണ് അടിസ്ഥാന സത്യം. അതല്ലാതെ കമൻറ്റോളികൾ പറയുന്നത് പോലെ നിരർത്ഥകമായ കമൻറ്റുകൾ പറഞ്ഞ് സമയം കഴിക്കാതെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇനിയും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ ബുദ്ധിപൂർവമാണ് നീങ്ങേണ്ടത്. അവർ വികാരത്തിന് വിധേയമാവരുത്, അടിപ്പെടരുത്. നല്ല സുഹൃത്തുക്കൾ ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നതും ഈ ജീവിത വിജയത്തിന് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.